പിന്നെ മറ്റേ സാധനം കയറിട്ട് വലിച്ചോണ്ടങ്ങ് പോയി. ഇപ്പൊ ദാ ഇത് നോക്കിയാണ്. ദാ പോണ്. എന്നിട്ട് മറ്റേ ലവൻ അവന് അച്ഛല്ലാത്തവൻ പറയുക എന്തിവിടെ സംഭവിക്കണത്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്നെ പൊക്കിക്കൊണ്ട് അവന്റെ കൂട്ടുകാരെ തോളിൽ കൂടെ കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് അവൻ ചോദിക്കുക നീ എന്തിനാ എവിടെയെന്ന്. അപ്പൊ ഈ പൊട്ടന് മനസ്സിലായി ശരിയാണല്ല, നമ്മൾ എന്തിനാ ഇവൻ എന്തിനാ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്ന് പാവപ്പെട്ടവെന്ന് പറഞ്ഞിട്ട് ഇവൻ കയറ് വെട്ടി വിട്ട്. മനസ്സിലായി ആശ. അപ്പം അപ്പോഴാണ് ആശാന് ഓർമ്മ വന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാനായിരുന്നു. അപ്പൊ ആശ കത്തിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ പറഞ്ഞു യാപ്പ് യാപ്പ് യാപ്പ്. ഞാൻ യാപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അവന്റെ അച്ഛൻ്റെ അച്ചാർ. അപ്പൊ ആശ വെടിവെച്ചു. അപ്പൊ അവനെ തെറി വിളിച്ച് എന്ന് പറഞ്ഞിട്ട് അവനെ തെറി വിളിക്കുക. ഞാൻ അവിടെ ആണെങ്കിൽ മുണ്ടും തുണിയില്ലാതെ ഞാൻ ഇറങ്ങി വന്ന് അവന്റെ അച്ഛ അവിടെ കിടന്ന് കത്തുന്നു തീയില്. ഞാൻ ഇറങ്ങി ഓടി. അപ്പൊ ഇനി ഇവ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന നല്ലോണം മനസ്സിലായില്ലേ? എടുത്തിട്ടറിഞ്ഞ ആരാ കൂടെ അടിയായി അവനെ പിടിച്ചിട്ട് അവനെ ഞെക്കിയങ്ങ് കൊന്ന് അവന്റെ കഴപ്പ് തീർന്നേ. ഇനി നെക്സ്റ്റ് തമ്മിത്തല്ലേ ചത്തറക്കുന്നവനാ. ഡയലോഗ് അടിച്ചിട്ടില്ലേ? മതപ്പക്ക ചത്തറക്കുന്നവനാ കുഴി കിടക്കുന്നത്. അപ്പോഴാണ് അന്നടി ഇടിച്ചടിച്ച് നോക്കിയപ്പോ പെട്ടെന്ന് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ഞാൻ അടിച്ചോണ്ടിരിക്കുന്നവൻ വായുവിലങ്ങ് പോയി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങ് ടെൻഷനായി പോയി. ഞാൻ എന്നിട്ട് നോക്കിയപ്പോ ദാ കിടക്കുന്നു തെരുവില്. ഞാൻ വിടൂല. എന്നെ വെറുതെ നിന്ന് ഡ്രസ്സ് ഇട്ടോണ്ടിരുന്ന എന്നെ പിടിച്ചെട്ടിക്കൊണ്ട് വന്ന് കുഴിയിട്ട് കത്തിക്കാൻ നോക്കി. എന്നിട്ട് ഓടുന്നു. അല്ലേ ഓടിച്ചെന്നിട്ട് ഇടറ കിടക്കടാവണമെന്ന് പറഞ്ഞിട്ട് കുത്തി ബീച്ച്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് കയറി. അപ്പൊ ഒരുത്തൻ പൊങ്ങി, മറ്റവൻ പൊങ്ങിയില്ല. അവന് മനസ്സിലായി ഞാനാണെന്ന്. അപ്പൊ അവൻ വീണ്ടും എൻ്റെ അടുത്ത് തോന്നി യു ഫക്ക് യു എഗെയിൻ എന്ന് പറഞ്ഞോണ്ട് വീണ്ടും എന്നെ അങ്ങ് കൊന്നു. ശേഷം എന്തായിരിക്കും നടന്നത്? കളിക്കുന്നത് ഗോകുവിന്റെ അടുത്താണ്. അവൻ ഞാൻ നിനക്കൊരു ഫ്രീ ഗണ്ണ് തരാം, നീ എന്നെ വെറുതെ വിടാൻ. ഏറ്റവും അങ്ങനെ മനസ്സിലായില്ലേ? അവന്റെ അച്ചാർ